3.5 വയസ്സിൽ എങ്ങനെ ഒരു അമ്മയ്ക്ക് ഒരു മകനെ നാട്ടിലേക്ക് കയറ്റി വിടാൻ പറ്റും? അത് മൂത്ത മകന്. രണ്ടാമത് എന്നെ കൊണ്ടാക്കിയതൊരു ബോർഡിങ്ങിലാണ്. അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വൻ ദുരന്തമായിരുന്നു. ഇതൊന്നും വീട്ടുകാരത്ത് പറയാൻ പറ്റത്തില്ല. കാരണം തിരിച്ച് ബോർഡിങ് വരുമ്പം അടിയെന്ന് പറഞ്ഞാൽ കെട്ടി തൂക്കിയിട്ടിട്ട് അടിക്കുന്നത്. ആ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ അവർ പറയും എൻ്റെ നിലവിളി കേൾക്കാതെ ഉറങ്ങാത്ത ദിവസങ്ങൾ ആ നാട്ടിലില്ലായിരുന്നു. നമുക്ക് ഫുഡ് തരുന്നതെന്നൊക്കെ പറഞ്ഞാൽ റേഷനാണ്. ഒരു ചരുവത്തിനകത്താ ചോറിട്ട് വെച്ചേക്കുന്നത്. ഈ പട്ടിക കൊടുക്കുന്ന ഒരു ചരുവത്തിനാണ്. ഞാൻ ഈ രണ്ടാമത് നേരത്ത് ഉപ്പില്ല, ഉപ്പ് ഈ കല്ലുപ്പായിരുന്നു അന്നവിടെ ഇരിക്കുന്നത്. എൻ്റെ ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് ആ ചോറ് വാരി തിന്നിട്ടുണ്ട്. ഞാൻ ഈ ഗീതാമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ് മോളെ എൻ്റെ ലൈഫ്. ഇനി ഗീതാമ്മ ജനിക്കണമെങ്കിൽ ഞാൻ മരിക്കണം. കാരണം എന്നെപ്പോലത്തൊരു മകനെ കിട്ടണമെന്നല്ലേ അമ്മ ആഗ്രഹിക്കാവും. ഡയറക്ടർ ശ്രീകുമാർ സാർ, ഒടിയൻ്റെ ഡയറക്ടർ ശ്രീകുമാർ സാറിന് വാരിക്കൊടുത്ത വീഡിയോ ഉണ്ട്. വാരിക്കൊടുത്ത ആ സ്പോട്ടിൽ പുള്ളി പറഞ്ഞതാ എൻ്റെ അമ്മയ്ക്ക് ശേഷം ഷെഫാവായിരുന്നു. നമ്മളിത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനൊരു ക്ഷേത്രമാണോ കക്കൂസാണോ? ക്ഷേത്രം ആണോ? എന്നാൽ പിന്നെ നമ്മൾ തീട്ടം തിന്നാൻ പാടില്ലല്ലോ. ഇനി പൊറോട്ട ബീഫ് കഴിക്കരുത്. അത് നിങ്ങളുടെ ഇഷ്ടം. തുണി ഉടുത്ത് കാണുന്ന എല്ലാ സൗന്ദര്യം. നിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ നീ രാവിലെ തുണി അഴിച്ചിട്ട് കാണണം. അതിലെന്താ തെറ്റ്? കേരളത്തിലെ 80% അടുക്കളകളും ഇന്ന് ബംഗാളി മാഫിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മളല്ലേ വളർത്തുന്നത്. കാരണം നമുക്ക് 50 രൂപയ്ക്കും 100 രൂപയ്ക്കും വയറ് ഉടൻ വരെ നിറയണം. എങ്ങനെ അറിയാൻ പറ്റും? എന്നെ സംബന്ധിച്ചോളം 6 മണിയാകുമ്പം എൻ്റെ വയറെന്നെ വിളിക്കും, അളിയാബാ കക്കൂസിൽ പോകാം. ഇവിടെ ഓരോരുത്തന്മാർ ചെന്നിരുന്ന് ഒന്ന് വാടേ, നിന്റെ അച്ഛനാടാ വിളിക്കുന്നത്, ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് മുക്കി അവർ പൈൽസും പരിവും കോപ്പുമായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. ഞാൻ രണ്ടാമത്തെ ഭാഗം ഈ ഇന്റർവ്യൂവിന്റെ ഒക്കെ ബാക്കിൽ ഞാൻ വാരി കൊടുത്തതിന്റെ കഥകൾ തന്നെ. എന്നെ അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. എന്നെ അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. ലാലേന്റെ ഡയലോഗാണ്. അത് ഡയലോഗാ, ഇത് ലൈഫാ. നമുക്ക് ലൈഫിലെ ഒരു പേഴ്സണൽ കാര്യം മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഒന്നുകൂടെ നമുക്ക് അറിയാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. ആഹാരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ആഹാരത്തിനോട് ഇത്രയും പ്രണയം അല്ലേ? അതൊന്നും ഒരു കഥയാണ്. കാരണം എൻ്റെ കുട്ടിക്കാലം വളരെ ദുരന്തപരമായിരുന്നു. കാരണം ഞാൻ ജനിച്ച് കുറേ കാലം കഴിയുമ്പോൾ ഒരു 3-3.5 വയസ്സായപ്പം എന്നെ നാട്ടിലോട്ട് കയറ്റി വിട്ടു. അപ്പോൾ അച്ഛനും അമ്മയും ഗൾഫിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ അമ്മയായിട്ട് 10 വർഷമേ ജീവിച്ചിട്ടുള്ളൂ, 10 years. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് കൊച്ചുനാൾ തൊട്ട് ഈ ഒരു അടുത്ത കാലം വരെയും ഗീതയമ്മ വാരിത്തന്ന്, ഗീതയമ്മ കുളിപ്പിച്ച്, ഗീതയമ്മ കൊണ്ട് നടത്തി, ഗീതയമ്മ അതുകൊണ്ടാണ് എനിക്ക് അമ്മ പ്രാന്തെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. 3.5 വയസ്സിൽ എങ്ങനെ ഒരു അമ്മയ്ക്ക് ഒരു മകനെ നാട്ടിലേക്ക് കയറ്റി വിടാൻ പറ്റും? അത് മൂത്ത മകന് പാടില്ല. രണ്ടാമത് എന്നെ കൊണ്ടാക്കിയതൊരു ബോർഡിങ്ങിലാണ്. അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വൻ ദുരന്തമായിരുന്നു. ഇതൊന്നും വീട്ടുകാരത്ത് പറയാൻ പറ്റത്തില്ല. കാരണം തിരിച്ച് ബോർഡിങ് വരുമ്പം അടിയെന്ന് പറഞ്ഞാൽ കെട്ടി തൂക്കിയിട്ടിട്ട് അടിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോൾ ഈ അടി കുട്ടിക്കാലത്ത് വാങ്ങിക്കുന്ന കാരണം ചിന്തിക്കാൻ പറ്റത്തില്ല. ആ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ അവർ പറയും എൻ്റെ നിലവിളി കേൾക്കാതെ ഉറങ്ങാത്ത ദിവസങ്ങൾ ആ നാട്ടിലില്ലായിരുന്നു. അപ്പം അത്രയ്ക്ക് അത്യാവശ്യത്തിന് കുരുത്തക്കേടുമുണ്ട്. പക്ഷേ കുരുത്തക്കേട് ഇന്ന് കുട്ടികൾ കാണിച്ച് ഇന്ന് അടിക്കാൻ പറ്റും. നമ്മളെയൊക്കെ ഓട്ടിച്ചിട്ട് അടിക്കുമായിരുന്നു. നമ്മൾ കളിക്കാൻ പോകാൻ പാടില്ല, അപ്പുറത്തെ വീട്ടിലെ പിള്ളേരോട് സംസാരിക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഫുഡ് തരുന്നതെന്നൊക്കെ പറഞ്ഞാൽ റേഷനാണ്. ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത് കറി കഴിക്കാൻ പറ്റില്ല. ഒരു ചരുവത്തിനകത്താ ചോറിട്ട് വെച്ചേക്കുന്നത്. ഈ പട്ടിക കൊടുക്കുന്ന ഒരു ചരുവത്തിനാണ്. ഈ ചരുവത്തിനകത്ത് ചോറ്, ഞാൻ സ്കൂളും കഴിഞ്ഞ് വരുമ്പോൾ ചോറാണ്, കുറച്ച് കറിയാണ്. പൊതുവെ ആരും കാണത്തില്ല. ഞാൻ ഈ രണ്ടാമത് നേരത്ത് ഉപ്പില്ല, ഉപ്പ് ഈ കല്ലുപ്പായിരുന്നു അന്നവിടെ ഇരിക്കുന്നത്. എൻ്റെ ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് ആ ചോറ് വാരി തിന്നിട്ടുണ്ട്. എനിക്കത് ഇന്ന് അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് വൈ ഡൈൻ ലൈക്ക് എ കിങ്. ഇന്ന് എൻ്റെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് റെസ്റ്റോറൻ്റ് എനിക്ക് എവിടുന്ന് എന്ത് വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ദൈവം അനുഗ്രഹിച്ച് എൻ്റെ ഫ്രണ്ടിലൊരു സ്പ്രെഡ് വരുന്നത് ജസ്റ്റ് ലൈക്ക് എ കിങ്. അത് എൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പം ഒരു കാലത്ത് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാവണം. അങ്ങനെ പിന്നെ ഞാനൊരു 10 വയസ്സായപ്പോഴാണ് തിരിച്ച് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. കാരണം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ വരികയും എൻ്റെ അവസ്ഥ കാണുകയും എൻ്റെ അച്ഛന് കത്തയക്കുകയും അങ്ങനെയാണ് പിന്നുള്ള എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 വർഷത്തെ അമ്മയായിട്ടുള്ള ജീവിതമാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ ആക്ച്വലി കൊതിയാണ്. എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയൊന്നും ഞാൻ കൊതി തീർന്നിട്ടില്ല. എൻ്റെ അമ്മയുടെ ഭക്ഷണം കഴിച്ച് കൊതി തീർന്നിട്ടില്ല. അപ്പോൾ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു. അപ്പം ഞാൻ ഈ ഗീതാമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ് മോളെ എൻ്റെ ലൈഫ്. ഇനി ഗീതാമ്മ ജനിക്കണമെങ്കിൽ ഞാൻ മരിക്കണം. കാരണം എന്നെപ്പോലത്തൊരു മകനെ കിട്ടണമെന്നല്ലേ അമ്മ ആഗ്രഹിക്കാവും അല്ലേ? അപ്പോൾ ഒരു ജന്മവും കൂടെ ഗീതാമ്മയുടെ മോനായിട്ട് ജനിച്ച് ആഗ്രഹം തീർത്തിട്ട് മതി എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇന്നും ഗീതാമ്മയെ ചേർത്ത് പിടിച്ചേക്കുന്നത്. വേറെ ഒന്നുമല്ല.
അതുകൊണ്ടാണോ ഈ ഭക്ഷണം കിട്ടാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു? അതുകൊണ്ടാണോ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്? വാരി കൊടുക്കുന്നത് എൻഡ് ഓഫ് ദ ഡേ ഒന്ന് ഞാൻ ഈ പറഞ്ഞ 10 വർഷത്തിനകത്ത് നമ്മൾ ഗൾഫിലൊക്കെ വെക്കേഷന് പോകുമ്പോൾ ഈ പിഞ്ഞാണം എന്ന് പറയും, നമുക്കറിയാവുന്നറിയില്ല, ഇതിനകത്ത് ചോറും കറിയും എല്ലാം കൂടെ ചേർന്ന് എൻ്റെ അമ്മ വാരിത്തരും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ആ ഓർമ്മ എൻ്റെ ഉള്ളിൽ നമ്മളെ ബോഡി എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് സെൽസും ഫുൾ ഓഫ് മെമ്മറീസുമാണ്. ഈ മെമ്മറി സ്റ്റോർ ചെയ്യുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അടിക്കാൻ പറ്റാം. ഇത് സ്റ്റോർ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില മെമ്മറീസ് ഓട്ടോമാറ്റിക്കലി ഇത് സ്റ്റോർ ചെയ്യും. അതിലൊന്നാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം ഞാൻ ചില ആങ്കറിന് വാരി കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് കരയും, കാരണം അവർ അച്ഛൻ മരിച്ചുപോയ കേസൊക്കെ വെച്ചിട്ടാണ്, അല്ലെ അമ്മ വാരി തന്നു. ഇപ്പോൾ ഞാൻ ഡയറക്ടർ ശ്രീകുമാർ സാർ, ഒടിയൻ്റെ ഡയറക്ടർ ശ്രീകുമാർ സാറിന് വാരി കൊടുത്ത വീഡിയോ ഉണ്ട്. വാരി കൊടുത്ത സ്പോട്ടി അദ്ദേഹം പറഞ്ഞു, വാരി കൊടുത്ത സ്പോട്ടി പുള്ളി പറഞ്ഞതാണ്, എൻ്റെ അമ്മയ്ക്ക് ശേഷം ഷെഫാണ് വാരി തരുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര പ്രിവിലേജാണ് എനിക്ക്. അത് അറിയാവുന്നവർക്കും അത് അനുഭവിക്കാവുന്നവർക്കും. എന്നെ ഒരു ഫിലിം സ്റ്റാർ, ഒരു ഫിലിം ആക്ട്രസ് എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചാണ്, ഷെഫെ വന്നാൽ എനിക്കൊന്ന് വാരിത്തരാമോ. അതൊക്കെ ഭയങ്കര ഇമോഷണലാണ്. അത് കേൾക്കുന്നവർക്ക് അയ്യേ എന്നൊക്കെ പറയാൻ പറ്റും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇമോഷൻസ് ഒരിക്കലും ക്രിഞ്ചല്ലല്ലോ, അല്ലേ? അത് ഓരോരുത്തർ ഹാർട്ടിൽ നിന്ന് വരുന്നതല്ലേ. അപ്പം ആ ഈ രുചിക്കൂട്ടുകൾ ഒന്ന് നമ്മളെ കൈയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മളെ കൈ എന്ന് പറയുന്നത് അഗ്നി, ആകാശ്, പൃഥ്വി, വായു, ജൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫുഡുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു പാവയ്ക്ക ജ്യൂസ് അടിച്ചിട്ട് കൈ മുക്കി വയ്ക്കണം, നമ്മളെ തൊണ്ട കഴിക്കും. അപ്പോൾ നമ്മളെ ബോഡിയിലൊരു കമ്മ്യൂണിക്കേഷനുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലത് അത് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ദർ സംതിങ് കോൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ എനി ഫുഡ്, അല്ലേ? ഏത് ആഹാരത്തിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്താണ്? സ്നേഹം. സോ യു ബ്ലെൻഡ് ഇറ്റ്. എന്നിട്ട് അത് വാരി തരുമ്പോഴത്തേക്കാണ് ആ മാജിക് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഇന്റർവ്യൂവിൻ്റെ ഒക്കെ ബാക്കിൽ ഞാൻ വാരി കൊടുത്തതിൻ്റെ കഥകൾ തന്നെ. എന്നെ അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. എന്നെ അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. ലാലേൻ്റെ ഡയലോഗാണ്. അത് ഡയലോഗാ, ഇത് ലൈഫാ. അതെ. എന്താണ് ഷെഫ് നളന്റെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്തൊക്കെയാ? ചോറും ചമ്മന്തി, കുത്തരിച്ചോറ്, കാന്താരി ചമ്മന്തി, ചക്ക അവിയൽ, ഏത്തക്ക പുളിശ്ശേരി, മുത്തശ്ശി രസം, കട്ടത്തൈര്, ചെറിയ ഉള്ളി, കാന്താരി മുളക്, നല്ല അടിപൊളി പപ്പടവും ചേർത്ത് കഴിക്കുക. പിന്നെ നാടൻ കോഴി വറുത്തരച്ചത്, സ്കിന്നോട് കൂടി ആയിരിക്കണം, നല്ല വറുത്തരച്ചത്, നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ട്. അപ്പൊ ചേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നെ റെസിപ്പിയും കൂടി പറയൂ. റെസിപ്പി കാട്ടി പറഞ്ഞത്, ഞാനൊരു ഇൻ്റർവ്യൂവിന് ഫ്ലോറിൽ പോവാ. ജഗദീഷ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗാണ്, ഞാനൊരു ഫുഡി അല്ലെന്ന്. ഞാനിപ്പം ഒരു ഷെഫിനെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ആദ്യമായിട്ട് ഒരു മനുഷ്യൻ എൻ്റെ തോന്നുന്നു ഞാനൊരു ഫുഡി അല്ല, മണിയം പിള്ളയാണ് ഫുഡി എന്ന്. ആ ഫ്ലോറിൽ ഞാൻ പറഞ്ഞത്, ജഗദീഷ് ചേട്ടാ നല്ല കുത്തരിച്ചോറും കാന്താരി ചമ്മന്തിയും ചക്ക അവിയലും ഏത്തക്കയുടെ പുളിശ്ശേരി, തേങ്ങ അരച്ച മീൻകറി, അതും മാങ്ങയും മുരിങ്ങയ്ക്ക ഇട്ടിട്ട് അതെടുത്ത് ആ ചൂട് ചോറിലോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ലേശം ഈ തോരൻ എന്ന് പറയാം, അതും ക്യാബേജും ക്യാരറ്റും ആയിട്ടുള്ള തോരൻ, അതും ഞെവിടിയതിന് ശേഷം ചമ്മന്തിപ്പൊടി അറിയാമോ? ചമ്മന്തിപ്പൊടി. ഈ ചമ്മന്തിപ്പൊടി ഡിപ്പ് ചെയ്ത് തൈരും കാന്താരി മുളകും ചെറിയ ഉള്ളിയും മാറ്റി വെച്ചേക്കണം. ഇത് കഴിച്ചതിന് ശേഷം ആ ചെറിയ ഉള്ളിയും കഴിച്ച് പിന്നെ കുറച്ച് തൈരും കൂട്ടി കഴിക്കാൻ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ജഗദീഷ് ചേട്ടൻ ആ ഫ്ലോറിൽ വെള്ളം ഇറക്കുന്ന സീനുണ്ട്, ഇനി കണ്ടാൽ മതി. അതെ, ഇങ്ങനെ അയ്യോ. അപ്പോൾ നമ്മളെ ജെനറ്റൈൽസ് ബേസിക്കലി ഇറക്കി, നമ്മളെ ജെനറ്റൈൽസിൽ ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ 70 മില്യൺ സെൽസിൻ്റെ ഉടമയാണ് മിനിമം. നമ്മളുടെ സായിപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാനിപ്പോൾ കുത്തരി ചോറോ കാന്താരി ചമ്മന്തി ഇല്ലേ പോട്ടെ, നല്ല ഉഗ്രൻ കപ്പ, ഈ കപ്പയ്ക്കകത്ത് ഈ പൊറോട്ടയും ബീഫും എന്നൊരു കോമ്പിനേഷനേ അല്ല. ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഗംഗാധരൻ ഒരു ഫുൾ ഫീച്ചറിൽ ക്യാൻസറാണ്. നല്ല കപ്പയും ബീഫും പിടിക്കുന്ന പിടി ഒരു പൊറോട്ടയ്ക്കും തരാൻ പറ്റത്തില്ല. പൊറോട്ടയും ബീഫും വേണ്ട, ഇഷ്ടമല്ല. നല്ല ഇഷ്ടമല്ല. കാരണം ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പം പിന്നെ എന്നെ പണിയാൻ പാടില്ല, കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കണം. എല്ലാവരെയും പ്രശ്നം എന്താ, ഇവിടുന്ന് താഴോട്ട് ഇടുക എന്നുള്ളതാണ്. നമ്മളിത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനൊരു ക്ഷേത്രമാണോ കക്കൂസാണോ? ക്ഷേത്രം ആണോ? എന്നാൽ പിന്നെ നമ്മൾ തീട്ടം തിന്നാൻ പാടില്ലല്ലോ. ഇനി പൊറോട്ട ബീഫ് കഴിക്കരുത്, അത് നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ കാര്യത്തിൽ ഞാൻ ഇവിടെ താഴോട്ട് ഇറക്കിയാൽ അത് ദഹിക്കണം, മനസ്സിലായല്ലേ? ഇപ്പം അടിസ്ഥാനപരമായി കേരളത്തിൽ പല സൂപ്പർ അല്ലേ, രാവിലെ വിളിച്ചാൽ ഇറങ്ങിപ്പോവും, വിളിച്ചില്ലെങ്കിലും ഇറങ്ങിപ്പോവും, അല്ലേ?
നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പച്ചയ്ക്ക് പറഞ്ഞെന്നും പറഞ്ഞ് ഭയങ്കര ട്രോളിങ് ആയിരുന്നു. എന്തായിരുന്നു? രാവിലെ വിളിക്കുന്ന കാര്യം എന്നെ സംബന്ധിച്ചോളം 6 മണിയാകുമ്പം എൻ്റെ വയറെന്നെ വിളിക്കും, അളിയാബാക്ക കുസി പോകണം. ഇവിടെ ഓരോരുത്തന്മാർ ചെന്നിരുന്ന് ഒന്ന് വാടേ, നിന്റെ അച്ഛനാടാ വിളിക്കുന്നത്, ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് മുക്കി അവർ പൈൽസും പരിവും കോപ്പുമായിട്ട് ജീവിക്കുന്നവന്മാർ. ഞാൻ രണ്ടാമത്തെ ഭാഗം. അതെന്താ പ്രശ്നം? എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചോളം ഇന്ന് കഴിച്ചാൽ നാളെ ഇറങ്ങിപ്പോയിക്കോണം. അത് നമ്മളെ വിളിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷവും സ്നേഹമാണ്. ഇവിടെ എത്ര പേര്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സുഹൃത്തുക്ക മുണ്ടൊക്കെ കൊടുത്ത് ഞാൻ അനങ്ങിയായിരുന്നു. എന്താ വെച്ചപ്പോൾ കട്ടിയായിട്ട് വന്നതാണ്. എന്താ പ്രശ്നം? ഇവിടുന്ന് താഴോട്ട് പോകുന്നതാ, വായിലോട്ട് എടുക്കാതെ. ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു പ്രശ്നമാണ്. നല്ല ശുദ്ധമായ കപ്പ, നല്ല അടിപൊളി കപ്പ, നല്ല മധുരക്കിഴങ്ങും. മധുരക്കിഴങ്ങ് അറിയാമോ? മധുരക്കിഴങ്ങും നല്ല പോത്ത് പൊള്ളിച്ചതും കാന്താരി മുളകും ചെറിയ ഉള്ളിയും അതേ കണക്ക് തന്നെ നല്ല തേങ്ങാക്കൊത്തും വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് ഈ മധുരക്കിഴങ്ങും അതും ആ കടിക്കുമ്പം നമുക്ക് ആ മധുരക്കിഴങ്ങിൻ്റെ മധുരം കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആ കാന്താരി മുളക് കിട്ടണം. എന്നിട്ട് ആ കൈ ഒന്ന് മണപ്പിച്ച് പോകണം. ആ ബീഫിൻ്റെയും ആ കപ്പയുടെയൊക്കെ മണം. മധുരക്കിഴങ്ങ് ഭയങ്കര ഹെൽത്തിയാണ്. എന്തിനാ ഈ പൊറോട്ട ഇല്ലേ? പൊറോട്ട അടിക്കണം എന്നെങ്കിൽ മുട്ട ചേർത്ത് പൊറോട്ട അടിക്കണം. അപ്പോൾ അത് വയറ്റിൽ ചെന്നിട്ട് ഇതായിപ്പോയി. അവിടെ ആരാ മുട്ട ചേർത്ത് പൊറോട്ട അടിക്കുന്നത്? ഈ കഴിക്കേണ്ടാത്ത എന്തെങ്കിലും ഇതുപോലത്തെ പൊറോട്ട നമ്മൾ അൺഹെൽത്തി അല്ലല്ല, എല്ലാം ഹെൽത്തിയാണ്. നമുക്ക് അങ്ങനെയൊന്നുമല്ല. ഒറ്റ കാര്യമുള്ളൂ, അത് ഓരോരുത്തരുടെ ശരീരഘടന അനുസരിച്ചാണ്. ഇപ്പോൾ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പോർക്കേന്ന് വിളിക്കാം, അവനെന്തും തിന്നാം. ചില ആൾക്കാരെ നമ്മൾ ബഫല്ലോ എന്ന് വിളിക്കാം, അവനെന്തും തിന്നാം. ഇപ്പോൾ ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അവരൊക്കെ നടന്നു പോകുന്നത് കാണുമ്പോഴും നമുക്ക് പോർക്ക് പോകുന്നതാണ് ഗരിയും. ഞാൻ പറഞ്ഞല്ലോ, തുണി ഉടുത്ത് കാണുന്നതല്ലല്ലോ പക്ഷേ സൗന്ദര്യം അല്ലേ? തുണി അഴിച്ചിട്ടിട്ട് കാണുന്നതല്ലേ സൗന്ദര്യം? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്ര സുന്ദരനും സുന്ദരിയുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? അല്ലേ, ഉള്ളതല്ലേ. ഞാനീ പറഞ്ഞത് റിയാലിറ്റിയാണ്. എനിക്ക് എൻ്റെ മകനും കേൾക്കുന്നുണ്ട്, എൻ്റെ സുഹൃത്തുക്കളെ കേൾക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ സഹോദരിമാർ കേൾക്കുന്നുണ്ട്, എല്ലാം എൻ്റെ സഹോദരിയടുത്തും പറയുന്നൊരു കാര്യം, നമ്മളെ തുണി ഉടുത്ത് കാണുന്നതല്ല സൗന്ദര്യം. നിൻ്റെ സൗന്ദര്യം കാണണമെങ്കിൽ നീ രാവിലെ തുണി അഴിച്ചിട്ട് കാണണം. അതിലെന്താ തെറ്റ്? നമ്മളെ മനസ്സിനകത്ത് നമ്മൾ റോങ് ആയിട്ട് ചിന്തിക്കുന്നത് എന്താ? എൻ്റെ അമ്മയ്ക്കുള്ള ഫീച്ചേഴ്സ് തന്നെ മോക്കുള്ളത്. ചിന്താഗതികളിൽ വിഷം വരാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത നാരികളുള്ള സ്ഥലം. അതെന്തായാലും ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അനാറ്റമിയിൽ ഇവിടുത്തെ സ്കൂളിൽ പോലും ട്രെയിനിങ് കൊടുക്കേണ്ട എന്താണ്? ഇപ്പൊ ഈ മറ്റേ അംഗൻവാടിയിൽ ബിരിയാണി ഒക്കെ വെക്കുന്നുണ്ട്, അതിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ പിന്നെയും പറഞ്ഞില്ല, അത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ലേ? ഇപ്പൊ വല്ലപ്പോഴും ഒരു പായസം കുടിക്കുന്നു, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് 3 നേരം കുടിക്കാറിലും പറഞ്ഞിട്ടുണ്ടോ? സപ്തസ്വരങ്ങൾ പോലെയാണ്, രാഗങ്ങൾ പോലെയാണ് ഭക്ഷണവും. ഏത് മൂടനുസരിച്ച് ഇപ്പോൾ നമ്മൾ പാർട്ടിക്ക് വന്ന് അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് നിവേദ്യം എടുക്കൂ, അല്പം കഴിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? അത് പാർട്ടി അന്ന് കഴിഞ്ഞ്, അത് വർഷത്തിലൊരിക്കൽ സംഭവിച്ചു, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ സംഭവിച്ചു. അത് പിറ്റേ ദിവസം വിളിച്ചാൽ പോകേണ്ട കാര്യങ്ങളും കൂടെ വിട്ടുകൊടുക്കണം. വയറ്റിൽ കിടന്ന് നമ്മൾ ഡാഡിക്ക് വിളിക്കരുത്, മോശമാണ്. ഇവിടെ എല്ലാത്തിൻ്റെയും വയറ്റിൽ കിടന്ന് ഡാഡിക്ക് വിളിക്കുക. ലാസ്റ്റ് പുറത്ത് പോകാണ്ട് പ്രസവിക്കുന്ന പരുവത്തിലാവും. ഓരോന്നിനും നോക്കണം, 3 മാസം 4 മാസം 5 മാസം 7 മാസം 8 മാസം 9 മാസം 18 മാസമായിട്ടും പ്രസവിക്കാത്ത വയറ് കൊണ്ട് നടക്കുന്നവന്മാരുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവർ പോയി ആദ്യം കണ്ണാടി നോക്കുക. ഡോക്ടർ പറഞ്ഞു കൊടുക്കേണ്ട ഒറ്റ കാര്യം, മോനെ നിനക്ക് നല്ല ജീവിതം വേണമെങ്കിൽ രാവിലെ പരിപൂർണമായി കുളിച്ച് പരിപൂർണ്ണ നഗ്നനായി വന്ന് കണ്ണാടിയിലേക്ക് നോക്കുക. അപ്പോൾ അറിയും നീ എന്തുമാത്രം വൃത്തികെട്ടവനാണെന്ന്. അപ്പം നീ കഴിക്കുക, അതിനോട് അയ്യോ വയറുണ്ട്, മതി കുറച്ച് കഴിക്കാം. ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡി സിസ്റ്റമാറ്റിക് ആവും. അത് ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്യണം, അതല്ലേ സൗന്ദര്യം. അതോ A4 സൈസ് കണ്ണാടിയും വെച്ചിട്ട് മോന്ത മാത്രം നോക്കി അതിൽ കുറച്ച് പുട്ടിയിട്ട് അല്ലേ സുന്ദരിയാന്നും സുന്ദരനാന്നും പറഞ്ഞ് നടക്കുന്നവർക്ക് എന്ത് പറയാൻ പറ്റും? അവരുടെ ധാരണയാ മോളെ. ഇത് എല്ലാവർക്കും എഡ്യൂക്കേറ്റ് ചെയ്യണം അല്ലേ? ഞാനൊരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. കാരണം ഞാൻ എൻ്റെ അടുത്തൊരു പെണ്ണ് പറഞ്ഞു കണ്ണാടിയിൽ പോയി നോക്കാൻ. അത് തന്നെ സംഭവിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്. പച്ചയ്ക്ക് പറഞ്ഞു മുഖത്ത് നോക്കി. അന്ന് ഞാൻ സീരിയസ്ലി, അത് റഷ്യൻ ഗേളാ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാ.
പുള്ളിക്കാരി എൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞാൻ അന്ന് CKയുടെ ഇത് പെർഫ്യൂം, മോൺ ബ്ലാങ്കിൻ്റെ പേന, അതേപോലെ ഇത് കണക്ക് G-Shockൻ്റെ വാച്ച്, ഇത് ഭയങ്കര പ്രീമിയം. എന്നെ സംബന്ധിച്ചോളം ഈ 2 ലക്ഷം രൂപയുടെ വസ്ത്രം ഇട്ടാണ് ഞാൻ നടക്കുന്നത്. ഞാൻ ഭയങ്കര കാശുകാരനാണല്ലോ. പേഴ്സൊക്കെ എടുത്ത് മേളിൽ വയ്ക്കാൻ മോൺ ബ്ലാങ്കിൻ്റെ വാലറ്റ്, വലിയ മീശയൊക്കെ വെച്ചിട്ട്. അന്ന് എനിക്ക് 28 വയസ്സോ 27 വയസ്സേ ഉള്ളൂ. അപ്പം പുള്ളിക്കാരി ഭയങ്കര സ്റ്റൈലിഷാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു ആക്ച്വലി അസർബൈജാൻ അങ്ങനെ ഏതൊരു കൺട്രിയില്ല, റഷ്യ, ബേസിക്കലി USSR. അപ്പം ഇങ്ങനെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ ഞാൻ പറഞ്ഞിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഹൗ ഡു ഐ ലുക്ക് എന്നൊക്കെ ചോദിച്ചു. കാരണം അന്നെന്തോ പുതിയ ഷർട്ടൊക്കെ കണ്ടിട്ടുണ്ടോ വന്നത്, ഏതോ ബ്രാൻഡ് സാധനമാണ്. അപ്പം ഫ്രാങ്ക് മുള്ളറിൻ്റെ വാച്ച്, അതൊക്കെ ഭയങ്കര സംഭവം. 1.5 ലക്ഷം രൂപയുടെ വാച്ചൊക്കെയാണ്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു വെയർ, ഇറ്റ്സ് അബൌട്ട് വെൻ യു ഡോണ്ട് വെയർ. തീർന്നത് നീ കൊടുത്തതല്ലടാ, അത് കൊടുക്കാതെ പോയി നോക്കാനായിട്ട്. അത് ഒരു മദാമ്മയൊക്കെ അവർ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള സ്ത്രീയാണ്. ഇവിടെ ഉണ്ടെന്ന് അഭിനയിക്കുകയല്ലേ. ഇവിടെ നമ്മൾ ആരത്തെങ്കിലും ഇതുപോലെ പറഞ്ഞ അപ്പടിയിട്ടൂലേ. അതായിരിക്കാം. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിദ്യാസമ്പന്നരാ. ഈ വിദ്യാസമ്പന്നരും വിവരസമ്പന്നരും രണ്ടും രണ്ടാണ് അല്ലേ. അറിവിനേക്കാൾ വലുതാണ് അറിവില്ലായ്മ എന്ന് പറയുന്ന പോലെ അല്ലേ. അറിവാണോ വലുത്, തിരിച്ചറിവാണോ വലുത്? തിരിച്ചറിവ്. ഇപ്പൊ അതല്ലേ ഉണ്ടായ അല്ലേ അല്ലേ? ശ്രദ്ധിച്ചു നോക്കി. ഫുഡ് കഴിക്കുമ്പോൾ ആലോചിക്കാം. തിരിച്ചറിവുകളാണ് മനുഷ്യർക്ക് വേണ്ടത്. ഇവിടെ ആൾക്കാർക്കെല്ലാം അറിവുകളുണ്ട്, അറിവിൻ്റെ പണ്ഡിതരാണ്. അതിൽ 100% സാക്ഷരത കേരളം സത്യമാണ്. പക്ഷെ അറിവുണ്ട്, തിരിച്ചറിവുണ്ടോ? അച്ഛനെന്ന തിരിച്ചറിവ്, ശരി. ഈ ഫുഡിന്റെ മുന്നിലേ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഓർഡർ ചെയ്യുമ്പോഴേ നമ്മൾ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്യും, നമ്മൾ വിശന്ന് വലഞ്ഞിട്ടായിരിക്കും ഓർഡർ ചെയ്യാം. പക്ഷെ ഒരു 1/2 മണിക്കൂറാവും ഇത് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ എടുക്കുന്ന നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരൂലേ. എങ്ങനെയായിട്ട് കൺട്രോൾ ചെയ്യാം? എൻ്റെ സംശയം ചോട്ടെ, ഈ കേരളത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒന്ന് സമയത്തിന് കിട്ടിയ ചരിത്രമുണ്ടോ? അയച്ച പോസ്റ്റ് ഒരു സമയത്തിന് കിട്ടത്തില്ല. പോസ്റ്റ് ഓഫീസിൽ പോയി അടി ഉണ്ടാക്കുമോ? അവരന്തേക്ക് വിളിക്കുമോ? ഇല്ലല്ലേ. സാറേ എന്ന് എൻ്റെ മാർക്ക് ലിസ്റ്റ് വരും എന്ന് പറഞ്ഞ് ഒച്ചാനി ചീക്കുകയല്ലേ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റി വെച്ച് വൈസ് ചാൻസലറെ ചീത്ത വിളിക്കുമോ? ഇല്ല. എടോ, തനിക്കൊക്കെ ആഹാരം ഉണ്ടാക്കി തരുന്ന ഷെഫന്മാർ അടുക്കളയിൽ രാവിലെ 7 മണിക്ക് 8 മണിക്ക് കയറുന്ന, അവിടെ എയർ കണ്ടീഷനൊന്നും അല്ല, ചൂടാ. നമ്മളെയൊക്കെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ അവിടെ പണിയെടുക്കുന്ന ഉദാഹരണം നമുക്കുണ്ടാകണം. അരമണിക്കൂർ നേരത്തെ വന്ന് മുണുങ്ങണം. അതല്ലാണ്ട് മണിക്കൂർ കണക്കിന് കാത്തിരിക്കാനൊക്കെ ഹോസ്പിറ്റലുകളിൽ പോയി ഡോക്ടർ ജയചന്ദ്രനെ കാണാനായിട്ട് എനിക്ക് ടോക്കൺ കിട്ടുമോ മാഡം? 115ാമത്തെ ടോക്കണായിരിക്കും. അവൻ ഒരു ദിവസം ലീവ് എടുത്ത് പോയി അവൻ്റെ ആസനത്തിൻ്റെ പ്രശ്നവും വയറിൻ്റെ പ്രശ്നവും കാണിക്കാൻ അവിടെ ഇരിക്കത്തില്ലേ? അത് വഴുങ്ങുന്നതിന് കുറച്ച് സമയം കൊടുത്തിരുന്നെങ്കിൽ അവനവിടെ പോയി ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? സമയം കൊടുക്കണം. ഇല്ലെങ്കിൽ വരണമേ. സമയമില്ലാത്തവൻ വേറെ എന്തെങ്കിലും വല്ല പഴവും പിഴുകി വല്ല നാരങ്ങ വെള്ളവും കുടിച്ച് വീട്ടിൽ പോകണം. സമയമുള്ളവൻ വന്നിട്ട് ചോദിക്കും, മോനെ സമയം എടുക്കൂടാ, ഇച്ചിരി വിശന്ന് വന്നിരിക്കുക, പെട്ടെന്ന് എന്തുകൊണ്ട്. ഇങ്ങനൊരു സൗഹൃദം വേണം. എടോ, വെക്കുന്ന പോലെ തന്നെയാണ് വിളമ്പുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അലവലാതി വന്ന്, സത്യം വന്ന് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത്, അതിനകത്ത് 2 പെണ്ണുമ്പിള്ളേ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു ആറ്റിറ്റ്യൂഡാണ്. ഞാനവിടെ ഇല്ലായിരുന്നു. ഞാൻ ഇല്ല. അപ്പോൾ ചിക്കൻ കൊണ്ടുവച്ചു, വേറെ എന്തോ ഫുഡ് കൊണ്ടുവച്ചു. അതോ ഇവൻ തൊട്ടപ്പുറത്തുള്ളവനാണ്, ഇവൻ എനിക്ക് അറിയാവുന്നവനെയാണ്. ഇവൻ എന്നെ വിളിച്ചിട്ട് ഈ ഫുഡിന് ചൂടില്ല, ഇത് എപ്പോൾ ഉണ്ടാക്കിയതാ? ഞാൻ പറഞ്ഞത് അവിടെ ചോദിച്ചാൽ പോരെ, ചിലപ്പോൾ തണുത്തു പോയി കാണും, അണ്ണനിപ്പോൾ എന്തോ ചൂടാക്കി തരണം. ഇങ്ങനാണോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവനെ ഓംബ്ര എന്നും പറഞ്ഞിരിക്കണം. നടക്കുന്ന കാര്യമാണ്. ആ പാവപ്പെട്ട പിള്ളേരുടെ അടുത്ത് നീ തിന്നു നോക്കടാ എന്ന് ഞാനുണ്ടായിരുന്നേ പറഞ്ഞു, അമ്മച്ചി ഇവിടെ ഭക്ഷണമൊന്നുമില്ല, ഇതെൻ്റെ പ്രസ്ഥാനം. ഞാൻ അമ്മച്ചിയെ വിളിയുന്നതുകൊണ്ട് ബാ അമ്മച്ചിന്ന് വിളിച്ച് കയറ്റിയൊന്നും അല്ലല്ലോ. ഞാൻ ഒരു മോളെ ഒരു വീഡിയോയിലും മോളെ നോക്കിയാൽ ഒരു വീഡിയോയിലും എൻ്റെ ഫുഡ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ അവകാശപ്പെടാൻ പറ്റില്ല. ഞാൻ ചെയ്തു കൊടുക്കുന്ന ഫുഡ് അടിപൊളിയാണോ എന്ന് എൻ്റെ കൈ കൊണ്ട് വാരി തിന്നിട്ടുള്ളവരും വാരി കഴിച്ചിട്ടുള്ളവരും പറഞ്ഞാൽ മതി. പിന്നെ ഇഷ്ടമുള്ളവൻ ഇങ്ങോട്ട് വന്നാൽ മതി. ആൾക്കാർ പറയുന്ന ആറ്റിറ്റ്യൂഡാണെന്നേ. രാവിലെ പോയി മീൻ വാങ്ങിക്കണം, ബീഫ് വാങ്ങിക്കണം, ഇതെല്ലാം കൊണ്ടെത്തിക്കണം, പണിക്കാരെത്തിയോന്ന് നോക്കണം. ഇതിൻ്റെ ഇടയിൽ KSB എന്ന് പറയുന്ന കറണ്ട് ഉണ്ടെന്ന് പ്രാർത്ഥിക്കണം. കാരണം ഈ മഴ വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവന്മാരെ ലൈൻ വർക്ക് ചെയ്യുമോ എപ്പോൾ വർക്ക് ചെയ്യത്തില്ല എന്നറിയത്തില്ല. 24 മണിക്കൂർ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോഴാണ് വന്നിട്ട് എന്താ ചൂട് ഇവിടെ, എന്താ ഇവിടെ KSB കറണ്ട് ഇല്ലാത്തതിന് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? അപ്പോൾ നമ്മൾ ജനറേറ്റർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സഹകരിക്കണ്ടേ? ഇതല്ലേ വേണ്ടേ? ഇത് ഹോട്ടലിലോട്ട് കയറി വന്നത് അയാളുടെ വിചാരം അയാൾ അച്ചി ഇവിടെ വിളമ്പായിരിക്കുന്നതാണ്, നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇവൻ്റെയൊക്കെ വീട്ടിൽ ഇവൻ്റെയൊക്കെ പെണ്ണുമ്പോഴുടെ അവസ്ഥ എന്തായിരിക്കും? കഷ്ടപ്പാടായിരിക്കും. ഒരു മാന്യമായ രീതിയിൽ ഒരു സാധനം കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും മാന്യമായി സംസാരിക്കാൻ പഠിക്കണം. ഒന്ന്.
ഞാൻ മോൾക്കൊരു കാര്യം ചോദിക്കാം. ഒരു ഓറഞ്ച് പിടിച്ച് പിഴിയുമ്പോഴല്ലേ മോളെ അതിൻ്റെ സത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നത് അല്ലേ? അപ്പം പിടിച്ച് പിഴിയുമ്പം മാങ്ങയുടെ സ്വഭാവം കാണിച്ചാൽ അതിനെ പിന്നെ ഓറഞ്ച് എന്ന് വിളിക്കുമോ ആരെങ്കിലും? വിളിക്കുമോ? ഇവിടെ ഉള്ള എല്ലാവരും പിടിച്ചൊന്ന് പിഴിഞ്ഞു നോക്കണം. അപ്പോഴാണ് അവൻ്റെ തനി കുണം പുറത്ത് വരുന്നത്. അങ്ങനെ വരത്തില്ല. ഇതാണ് എൻ്റെ കുണം. സൂപ്പർ. നിങ്ങളൊരു സംഭവമാണ്, പ്രസ്ഥാനം. ഇങ്ങനൊക്കെ ജീവിച്ചാൽ മതിയെന്ന്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പം നമുക്ക് ചേട്ടൻ ഒരുപാട് നെയ്മീനിനെയും കരിമീനിനെയും ഒക്കെ കുറിച്ച് പറയുന്ന വീഡിയോസ് കേട്ടിട്ടുണ്ട്. പക്ഷെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം മത്തിയാണ്. ചേട്ടൻ്റെ ഫേവറേറ്റ് ഏതാണ്? മത്തിയാണോ? മത്തിയാണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനോട് വെറുപ്പൊന്നുമില്ല. എനിക്ക് എല്ലാത്തിനോടും പ്രണയമാണ്. മത്തി ഫ്രഷ് കിട്ടണമെന്നേ ഉള്ളൂ. അത് കരിമീൻ ബെസ്റ്റ് കിട്ടണമെന്നാണ്. കരിമീൻ എന്ന് പറഞ്ഞാൽ കാഞ്ഞിരോട് അല്ല കരിമീൻ. എന്ത് കിട്ടിയാലും ബെസ്റ്റ് കിട്ടണം. അതിനല്ലേ ഡൈൻ ലൈക്ക് എ കിങ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് നമ്മൾ ഈ അവിഞ്ഞതും പുഴുങ്ങിയതും ചീഞ്ഞതും നാറിയതൊന്നും കഴിക്കത്തില്ല. ഇനിയിപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഇല്ലേ കപ്പലിൻ്റെ കൊട്ടയം കഴിച്ചൊരു പഴവും തന്നിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങും. സുഖം അല്ല, എന്തിനാ അല്ലേ? നമ്മൾ വെറുതെ നമ്മൾ പന്നിയല്ലല്ലോ. നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് വേണം. ഇപ്പോൾ നമ്മൾ സിംഗപ്പൂരിലൊക്കെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര പ്രൗഡ് തോന്നും അല്ലേ? പ്ലീസ് കം സർ, ഭയങ്കര ടാക്സി അല്ലേ? നമ്മളിപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോർക്കാന്ന് തോന്നും. പക്ഷേ എല്ലാം പോർക്ക് ഷെഡ്, പോർക്കിന് തട്ടുകളർ, നമുക്ക് അല്ലേ ഒരു എല്ലാം ഒരു നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. നമ്മളിപ്പോൾ പുറത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എക്സ്ക്യൂസ് മീ സർ, ഡു യു വാണ്ട്, അവൻ മറ്റേ സാധനമൊക്കെ കെട്ടി തൊപ്പിയൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും അവന് 10 രൂപ കൊടുത്തില്ലെങ്കിലാ. ഇതങ്ങനല്ലല്ലോ. ഇത് വലിയ വലിയ റെസ്റ്റോറൻറ്റ് കെട്ടിയിട്ടാലും ഈ തലയും ചൊറിഞ്ഞ് ഈ പറഞ്ഞ കണക്ക് കുളിക്കാത്തയും ചവരിക്കാത്തയും ബംഗാളികൾ വെക്കുന്ന ഫുഡാണ് 80% മലയാളികളും കഴിക്കുന്നത് അല്ലേ? സിസ്റ്റർ ഒന്ന് ആലോചിച്ചു. ഇവിടുന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പുറത്തിറങ്ങി ചെന്നിട്ട് കിട്ടുന്ന ഷോർമ കഴിവ് എന്ന് ചോദിക്കുന്നത്. അവൻ പല്ല് തേക്കാറുണ്ടോ? അവൻ കുളിക്കാറുണ്ടോ? മോള് തന്നെ പറ, ഇവനെയൊക്കെയാണോ നിങ്ങൾക്ക് ഭക്ഷണം വെച്ച് തരണ്ടേ? അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിമ്പിളായിട്ട് അവന്മാർ കുളിക്കാറ് പോലും ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ ഇനി കാശ് കൊടുക്കുമ്പം ഒരു മലയാളി എടുത്ത് കൊടുത്തിട്ട് ചേട്ടാ ഒരു ഓംലെറ്റ് വേണം എന്ന് പറഞ്ഞാൽ അവൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് തരും. ഇവൻ ഉള്ളി കഴുകുമെന്ന് സംശയമല്ലേ? അല്ല, ചോദിക്കുക. കേരളത്തിലെ 80% അടുക്കളകളും ഇന്ന് ബംഗാളി മാഫിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മളല്ലേ വളർത്തുന്നത്. കാരണം നമുക്ക് 50 രൂപയ്ക്കും 100 രൂപയ്ക്കും വയറ് ഉടൻ വരെ നിറയണം. എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, 150 രൂപയ്ക്ക് എനിക്ക് ബീഫ് തരുന്നത്, ചിക്കൻ തരുന്നത്, മറ്റേ തരുന്നത്. ഞാൻ പറയാം, മുതുകാളിന് പഠിച്ചിട്ടില്ല ചേട്ടാ. മാജിക്ക് ചേട്ടൻ തന്നെ ചിന്തിച്ചു നോക്ക്. ചേട്ടൻ ഇതെല്ലാം കൂടെ 100 രൂപയ്ക്ക് തരാനായിട്ട് ചേട്ടന് പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എനിക്കെങ്ങനെ പറ്റും? അപ്പോൾ ചത്ത കോഴിയും അയ്യോ അങ്ങനെ പറയുന്നേ. അപ്പോൾ പിന്നെ എങ്ങനെ പറയണം? മോള് തന്നെ ചിന്തിച്ചു നോക്ക്. ഒരു ചിക്കൻ കറി, അപ്പം, വെൽക്കം ഡ്രിങ്ക്, പിന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾ സ്റ്റൂ, പിന്നെ കോഫി, ടീ, ഒരു ഉഴുന്നുവട, ഇതെല്ലാം കൂടെ 150 രൂപയ്ക്ക് തരിക എന്ന് പറയുന്നത്. നിങ്ങൾ നേരെ മാജിക് പ്ലാനറ്റിൽ ചെല്ലുക, മുതുകാട് സാറിനെ കാണുക, മാജിക്ക് പഠിക്കുക, എന്നിട്ട് ചെയ്യുക. എനിക്കറിയത്തില്ല. എനിക്ക് പൈസ തന്നാൽ നല്ല ഫുഡ് തരാൻ പറ്റും. തരുന്നവൻ ദൈവം തമ്പുരാൻ പോലെ തന്നെയാണ്. അദ്ദേഹത്തിന് എന്തും ചോദിക്കാം, മാറ്റി കൊടുക്കാം, പലതും ചെയ്യാം. പക്ഷെ മനുഷ്യരാണ് നമ്മളെല്ലാം. ഇവിടെ മെഷീൻ ഉണ്ടാക്കുന്ന കാറുകൾ തിരിച്ചു വിളിച്ച ചരിത്രങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുണ്ടാക്കുന്നതിന് മുട്ട പൊരിച്ചത് അല്ലേ? അപ്പൊ ഇതാണ് നമ്മളെ ഷെഫ് നളൻ. അതെ, കുറെ വാചകങ്ങളും കുറച്ച് പാചക രുചികളും. തിരിച്ചാ കുറെ പാചകങ്ങളും കുറച്ച് വാചകങ്ങളും. അതല്ലേ? പക്ഷെ കുറെ വാചകം അല്ലല്ല, കുറെ വാചകമായിരുന്നു. നമ്മൾ കുറച്ച് പാചക രുചികൾ കുറിച്ചല്ലേ പറഞ്ഞു. കുട്ടി കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. കുട്ടി കഴിക്കണം. അതെ, ഞാൻ ഒരു ദിവസം വരുന്നുണ്ട്. നാനാഴി നമ്മൾ കുറച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇതുവരെ ചേട്ടൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ചേട്ടൻ റെസ്റ്റോറൻറ്റിൽ ഇതുവരെ വരാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഇതുപോലെ എന്നെ പോലത്തെ ഒരുപാട് പേരുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, പക്ഷെ വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട് ചെയ്യേണ്ട റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യണം ആളുകൾ? എൻ്റേത് മാത്രമല്ല, റെസ്റ്റോറൻറ്റുകളെ ചൂസ് ചെയ്യുക. കാരണം പാവപ്പെട്ടവൻ വൈഫിൻ്റെ സ്വർണം പണയം വെച്ചും കുടുംബം പണയം വെച്ചും ഒക്കെ ഈ റെസ്റ്റോറൻറ്റ് കിട്ടുന്നത്. നിങ്ങൾ ഈ വഴിയോര കടകളിൽ ചെല്ലുമ്പോഴുള്ള പ്രശ്നം, അയാൾ അന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് വരുന്നത്. അയാൾക്ക് ആവശ്യമുള്ളപ്പോഴാണ് തുറക്കുന്നത്. അയാൾ ആ പൈസ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. പാവപ്പെട്ട റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക. എന്നിട്ട് നല്ല റെസ്റ്റോറൻറ്റുകൾ സെലക്ട് ചെയ്ത് അവരെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നല്ല ഫുഡ് അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ മോളെ വാ, എന്തുകൊണ്ട് ഇവിടെ എന്തെങ്കിലും കൂടെ കൊടുക്കാൻ പറയും. ഇത് നിങ്ങൾ തന്നെ വിളിച്ചു വരുത്തുന്ന ഒരു സൗഹൃദവും സ്നേഹമാണ്. അങ്ങനെ പുറത്തിരുന്നുകൊണ്ട് ഇപ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ലെങ്കിൽ മൈക്ക് സെറ്റ് കൊടുത്ത് സൈക്കിൾ കൊടുത്ത് നാട് മൊത്തം പറയും. കൊള്ളാമെങ്കിൽ ഈ നാട്ടിലുള്ളവന്മാർ ആരെടുത്തും പറയത്തില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്ളോഗിങ് എല്ലാം കൊള്ളാമെന്നുള്ള കാര്യത്തിൽ നമുക്കറിയത്തില്ല. നിങ്ങൾ ഈ വ്ളോഗേഴ്സ് ആയാലും ആരായാലും ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന ഒരാൾ അയാളുടെ അവസ്ഥ, അയാളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അയാളുടെ കൂടെ നിൽക്കുക. നല്ല നല്ല പ്രസ്ഥാനങ്ങൾ ഉണ്ടാവട്ടെ. ഇല്ലെങ്കിൽ കുഴിമന്തിയും ഷവായും ഷവർമയും തിന്ന് ജീവിക്കാം അല്ലേ? വേറൊന്നും ഇല്ലല്ലോ ഇപ്പോൾ കേരളത്തിൽ.
അപ്പം ഇതാണ് നമ്മുടെ ഷെഫ് നളൻ ചേട്ടൻ്റെ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു റൗണ്ട് നമുക്കൊരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് വീണ്ടും ഇരിക്കാം. താങ്ക് യു. താങ്ക് യു.